ഇതോടൊപ്പം വയനാട്ടിൽ വേനൽ മഴയിൽ വൻ കൃഷിനാശമാണ് ഉണ്ടായത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്ത ആയിരക്കണക്കിന് നേന്ത്രവാഴകളാണ് കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും നിലം പൊത്തിയത്. ഇതോടെ ലക്ഷങ്ങൾ കടമെടുത്ത് കൃഷി ഇറക്കിയ കർഷകരാണ് ദുരിതത്തിലായത്. കടുത്ത വേനലിനൊടുവിൽ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പെയ്ത മഴയാണ് നേന്ത്രവാഴ കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. മഴയോടൊപ്പം എത്തിയ കാറ്റിൽ ആയിരക്കണക്കിന് വാഴകൾ നിലംപൊത്തിയതോടെ നേന്ത്രവാഴ കൃഷിക്ക് കനത്ത നാശമുണ്ടായി. കണിയാമ്പറ്റ പഞ്ചായത്തിലെ വരദൂർ കീരിപ്പറ്റക്കുന്നിലെ കാഴ്ചയാണിത്. അയ്യായിരത്തി 300ഓളം വാഴകളാണ് ഇവിടെ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ നിലംപൊത്തിയത്. വരദൂർ സ്വദേശികളായ രാജേഷ്, ചന്ദ്രൻ എന്നിവർ ചേർന്ന് സ്ഥലം പാട്ടത്തിനെടുത്താണ് വാഴകൃഷി ഇറക്കിയത്. ഭാര്യയുടെ ആഭരണങ്ങൾ പണയം വെച്ചും ബാങ്കിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ പണം കൈവായ്പയായി വാങ്ങിയുമാണ് 6000-ലധികം വാഴകൾ നട്ടത്. കുലച്ചു തുടങ്ങിയ വാഴകളാണ് പൂർണ്ണമായും നശിച്ചത്. വർഷങ്ങളായി വാഴകൃഷി ചെയ്യാറുണ്ടെങ്കിലും ആദ്യമായാണ് ഇത്തരത്തിലുള്ള നാശനഷ്ടമുണ്ടായതെന്ന് രാജേഷ് പറയുന്നു. രാത്രിയൊന്നും പകലൊന്നും ഇല്ലാണ്ട് ഇതിൽ നിന്ന് ഇറങ്ങാണ്ട് പണിയെടുത്ത് ഇത്ര ആക്കിയത്. ഇപ്പോൾ 6000 ചില്ലറ വാഴയുണ്ട്. അതിലിപ്പോൾ ഏറെക്കുറെ ഒരു 5350 വാഴേൻ്റെ മേലെ പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങൾ എണ്ണീട്ട് 800 ചില്ലറ വാഴ ബാക്കിയുള്ളൂ 6300 നട്ടിട്ട്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് വീടിൻ്റെ ലോണുണ്ട് 10 ലക്ഷം രൂപ. അത് കൂടാണ്ട് ഒരു 7.5 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത്. കൃഷിയാണ് ഇവരുടെ ഏക ഉപജീവനമാർഗം. കാറ്റിനെ ചെറുക്കാനായി വലിച്ചുകെട്ടിയിരുന്ന വാഴകളടക്കമാണ് ശക്തമായ മഴയിൽ നിലം പൊത്തിയത്. കടുത്ത വേനലും കാലവർഷവുമൊക്കെ കർഷകന് സമ്മാനിക്കുന്നത് ദുരിതങ്ങൾ മാത്രമാണ്. സർക്കാർ സഹായമില്ലാതെ ഇവർക്കിനി ഉയർത്തെഴുന്നേൽക്കാൻ കഴിയില്ല. അതിനുള്ള കാത്തിരിപ്പിലാണ് ഈ കർഷകരും. വീഡിയോ ജേർണലിസ്റ്റ് ഇബ്രാഹിമിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.